നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് സാറിൻ്റെയും ജിമോൾ ടീച്ചറിൻ്റെയും മകളും 2007-2010 കാലയളവിൽ കുമാരൂപ്പ് ക്ലാസ്സിൽ സേവനമനുഷ്ഠിച്ച അഡ്വക്കേറ്റ് പ്രസീന എലിസബത്ത് ജോർജിനെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കുവാനായിട്ട് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠ, സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിമോൾ ജോസഫ്, എൻ്റെ അമ്മ, പരിപാടിയുടെ കൺവീനറായ അനൂപ് സി ജോൺ അച്ചാച്ചൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപക ശ്രേഷ്ഠർ, മാതാപിതാക്കൾ, പ്രിയ കുട്ടികളെ, ഒരു ശ്ലോകമുണ്ട്. കർത്താര സുരഭോ ലോകേ വിജ്ഞാനാർദ്രഹ ദുർലഭ. ഇന്ന് ആളുകൾ ഒട്ടേറെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കർമ്മങ്ങൾ അല്ലെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് പലപ്പോഴും അവർക്ക് അറിയത്തില്ല. പക്ഷെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ഒരു വ്യക്തിയോട് അത് ചോദിച്ചാൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയായി ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ദീർഘക്ഷമ, ഇന്ദ്രിയ ജയം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായി തീരുക എന്നതാണ്. ഒരു വചനം, ഒരു വാക്യം, ഒരു പലപ്പോഴും കേട്ടിട്ടുള്ള ജീവനുള്ള ഒരു യഥാർത്ഥ അധ്യാപിക അല്ലെ അധ്യാപകൻ കൂടെ ഇല്ലെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് മൂല്യം? അതെ, ഉണർവുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കുട്ടികളുമായിട്ട് എന്നും അരികിലുള്ള ഒരു അധ്യാപിക അല്ലെ അധ്യാപകന്റെ പ്രാധാന്യമാണ് ഇവിടെ കാണുന്നത്. ബൈബിൾ പരിശോധിച്ചാൽ ഏറ്റവും നല്ലൊരു അധ്യാപകനാണ് യേശുക്രിസ്തു. വളരെ നിഗൂഢമായിട്ടുള്ള ദൈവിക സത്യങ്ങൾ ഏറ്റവും ലളിതമായിട്ട് ഉപമകളിൽ കൂടി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്ന യേശുക്രിസ്തു, കൂടെയുള്ള ആളുകളുടെ കാൽ കഴുകി ചുംബിക്കാൻ പഠിപ്പിച്ച, കുട്ടികളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തു, അതാണ് നമ്മുടെ മാതൃക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ കുമാരവകുപ്പിൽ എന്നെ കുമാരവകുപ്പും മധ്യവകുപ്പും പഠിപ്പിച്ച ഭൂബിലി സാർ ഇവിടെയുണ്ട്. എന്നെ ജ്യേഷ്ഠ വകുപ്പിൽ പഠിപ്പിച്ച രജു സാറും റോസമ്മ കൊച്ചമ്മ ഇവിടെയുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ട മോളി ടീച്ചർ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, ജെസി ടീച്ചറും എല്ലാവരും, സന്തോഷ് സാറ്, ഇവരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ വളരെ അഭിമാനപൂർവ്വം ആദരപൂർവ്വം സ്മരിക്കുകയാണ് എന്നെ യുവോപ്പ് പഠിപ്പിച്ച മത്തായി സാറിനെയും ജോർജ് കുട്ടി സാറിനെയും. അതുപോലെ തന്നെ എനിക്ക് അഭിമാനമാണ് ഞാൻ പഠിപ്പിച്ച എൽന സന്തോഷ് ഇന്നിവിടെ ഒരു അധ്യാപികയായിട്ട് പഠിപ്പിക്കുന്നു എന്നത്. ജീവിതത്തിൽ മുമ്പോട്ട് പോയപ്പോൾ ഞാൻ ബോംബെയിൽ പോയി, ഡൽഹിയിൽ പോയി, അവിടെ താമസിക്കുമ്പോൾ സൺഡേ സ്കൂൾ എന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ബാലൻ നടക്കേണ്ടുന്ന വരിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ അത് നിർത്തിയായി. റോബിനച്ചൻ പറഞ്ഞതുപോലെ യേശു കർത്താവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ വിശുദ്ധ പത്രോസ് തൻ്റെ ഗുരുവിൽ നിന്ന് ലഭിച്ച ആ മഹാത്മ്യത്തിലും വിശുദ്ധിയിലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നുവെന്ന്. ഈ സ്വന്തം ജനമാണ് ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഒരു തിരഞ്ഞെടുത്തിരിക്കുന്ന ജനത്തിൻ്റെ ഒരു ഭാഗമാകുവാൻ ദൈവം ഒരു അവസരം തന്നതിൽ ഞാൻ കൃതാർത്ഥയാണ്. ഈ ഒരു സംരംഭം, ലക്ഷ്യം എന്ന ഈ പരിപാടി പൂർവ്വ അധ്യാപകരെ സ്മരിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഭാഗമാകുവാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Prisina.